Hi dears, welcome back to our channel Rasina Nias. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് സമയം വന്നിട്ട് ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നല്ല മഴയെല്ലാം കേട്ടോ. അപ്പോൾ പവറൊന്നും ഇല്ല. അങ്ങനെ വ്ളോഗെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇന്നത്തെ വ്ളോഗ് എടുത്തിട്ടില്ല. ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണും കേട്ടോ. നല്ല അടിപൊളി വീഡിയോ ആണ്. നിയാസ്കാൻ്റെ റോ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നല്ല രസമുണ്ട്. നിയാസ്ക നല്ല എന്താ പറയുക, അധികം അങ്ങനെ തമാശയും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് വാവ വന്നതിൻ്റെ ശേഷം കംപ്ലീറ്റ് ആയിട്ട് നിയാസ്ക ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഒരു നല്ലൊരു കോമഡി പേഴ്സണായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ നമ്മളെ നിഹാൽ കുട്ടൻ ഇന്ന് ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ നിഹാൽ റെഡി ആയാ? എന്താ നിയാലെ കറിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം ആയാ? തക്കാളി മുറിക്കുന്നത് എന്ത് കറിയാക്കുന്നതെന്ന് നീ? ഫിഷ് കറി, കാട്ടിലെ മീൻ്റെ കറി. നല്ല മഴയുണ്ട് കേട്ടോ. നമ്മളിവിടെ പുറത്തെല്ലാം കാണിച്ചിട്ട് അങ്ങനെ വെള്ളമെല്ലാം വന്ന് ഇതാ വെള്ളം കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വലിയ പണികളൊന്നും തീർന്നിട്ടില്ല, മെല്ലെ എടുത്തോണ്ടുണ്ട്. മഴ ആയത് കാരണം കൂടുതലായിട്ട് ഞാൻ ഇങ്ങനെ ക്ലീനിങ്ങിന് നിന്നിട്ടില്ല കേട്ടോ. എത്ര ക്ലീൻ ആക്കിയാലും ഈ മഴ ആയതുകൊണ്ട് വലിയൊരു നീറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ക്ലീനിങ്ങിന് നിന്നിട്ടില്ല. പിന്നെ രാവിലെ നിയാസ്ക പോകുമ്പോൾ തന്നെ ഏകദേശം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, റസ്ക് തിന്നിട്ട് പാക്കറ്റ് എടുത്ത് തന്നെ ചാടിയും. പിന്നെ വാവച്ച് ഇതോടെ കിടന്നിട്ടുണ്ട്, എണീക്കുന്നുണ്ട് തോന്നുന്നല്ലോ. വാവേ ജൂജുമാ. പിന്നെ അത് കഴിഞ്ഞിട്ട് കിച്ചണിൽ ഏകദേശം എന്താ പറയുക, അതാ ഈ ഫിഷ് കേട്ടോ. ഇന്ന് മോന് കറി വെക്കുന്ന ഫിഷിൻ്റെ തലയെല്ലാം ഉണ്ട്. നിയാസ്ക പോകുമ്പോൾ കുറേ നമുക്കെന്തെല്ലോ കഴിക്കാനെല്ലാം ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. പാല്, അങ്ങനെ പാലെല്ലാം കുടിച്ച് ഞാനും നിയാലും. അപ്പോൾ നിയാലും പറഞ്ഞ് നമുക്ക് രാവിലെ കറിയാക്കി വെച്ചിട്ട് തീർന്നു കേട്ടോ. ഇതാ ഒരു മുട്ടക്കറി ആക്കിയിട്ടുണ്ടായി രാവിലെ, ബ്രേക്ക്ഫാസ്റ്റിന് പൂരി ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അത് തീർന്നപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ പിന്നെ ഞാനൊരു കറിയാക്കാം, ഒരു ഫിഷ് കറി ആക്കാം. അങ്ങനെ ആയാനിയാ മുറിച്ചിട്ട് ഓക്കെ. ടൊമാറ്റോ, ഇനി ഇത് വേക്കല്ല, എന്ത് വേണോ? ഇനി വെളുത്തുള്ളി വേണോ? അപ്പോൾ ഒരു ഫസ്റ്റ് ടൈം ആട്ടാ കറിയാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാം ചെറുങ്ങനെ പവർ ഇല്ലാത്തതുകൊണ്ട് അത്ര ക്ലിയർ ഇല്ല. പഠിപ്പിച്ച് കൊടുത്താൽ എന്തെങ്കിലും എമർജൻസി നമുക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന സമയത്തല്ലോ ഒരു ചെറിയൊരു ഹെൽപ്പാകും കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, നീ ആക്കണ്ട, ഞാൻ ആക്കാൻ അങ്ങനെ ഒരാക്കലല്ലേ. ഓക്കെ, അപ്പോൾ നീ വെളുത്തുള്ളി എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇടുക കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ എന്താക്കട്ടെ, കുഞ്ഞുമാവൻ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മളെ റൂഹി ബേബി, അപ്പോൾ നമ്മളെ റൂഹി ഭാവി ഇവിടെ എണീച്ചിട്ടുണ്ട് കേട്ടോ. അവളെ എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. നിഹാൽ ഒരു സൈഡിൽ. അവൾ ഇന്ന് റെഡും ആണ് യൂസ് ചെയ്തത്, ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മളെ നിഹാൽ കുട്ടൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പുറത്തുനിന്ന് സ്ക്രീൻ എടുത്തിട്ടില്ലേ? ഇത് നല്ലതില്ല കേട്ടാ. ഈ ക്യാമറ തൊലിച്ചിട്ടായിട്ടില്ലേ? തൊലിക്കൂ. അപ്പോൾ ഞാൻ കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കിച്ചണിൽ ഫുള്ള് മെസ്സപ്പ് ആയിട്ടുണ്ട്, അതാരും ശ്രദ്ധിക്കണ്ട. ഇൻഷാ അല്ലാ ഒന്ന് ഞാൻ എൻ്റെ എന്താ പറയുക, പ്രസവരക്ഷ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. കൂടുതലും അങ്ങ് റെഡിയാക്കി എടുക്കാനും പറ്റില്ല, കാരണം ഇത് നമ്മളെ സ്വന്തം വീടല്ല, വേറെ ആളെ വീടാണ്, നമ്മൾ ലീസിനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഇതിനെ മോഡിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. എന്നിട്ടും ഞാൻ ആ ചുമരിലടിച്ച ആണികളില്ലേ, അല്ല പാത്രങ്ങൾ തൂക്കി വെച്ചത്, അതെല്ലാം ഫസ്റ്റ് തന്നെ അവിടെ ഉണ്ടായ ആണികളാട്ടോ. പിന്നെ അതുപോലെ തന്നെ ബെഡ്റൂമിലും അങ്ങനെ ആണി അടിച്ചിട്ടുണ്ട്, അല്ലാതെ നമ്മൾ അങ്ങനെ ആണി അടിച്ചിട്ട് നശിപ്പിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ സ്വന്തം വീടെല്ലാം ആയതിൻ്റെ ശേഷം വേണം നമുക്ക് നല്ലൊരു കിച്ചൺ പണിയാട്ടോ. എനിക്ക് ഏറ്റവും ഒരു വീട്ടിൽ ഏറ്റവും ഭംഗിയുള്ളതാക്കേണ്ടതും ഒരു കിച്ചണല്ലേ. ഒരു പെണ്ണ് എന്നുള്ള ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നല്ലൊരു കിച്ചണാണ്. കാരണം കൂടുതൽ സമയം ആ ഒരു സ്ത്രീൻ്റെ കൂടുതലായിട്ടുള്ള സമയം കിച്ചണിൽ തന്നെ കൂടുതൽ സ്പെൻഡ് ചെയ്യുള്ളൂ.
അപ്പോൾ അതുകൊണ്ടാണ് കിച്ചൺ നല്ല ഭംഗിയായിട്ട് വേണമെന്ന് പറയുന്നത് കേട്ടോ, മനസ്സിന് തൃപ്തിയായ രീതിയിൽ. പിന്നെ പഴയ കിച്ചൺ തന്നെ എനിക്കിഷ്ടം, പഴയ രീതിയിലുള്ള കിച്ചൺ കേട്ടോ. പിന്നെ മോഡുലാർ കിച്ചണിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് ഒരു വീടെല്ലാം സ്വന്തമാക്കാൻ കഴിയട്ടെ. നിങ്ങളെല്ലാവരും ദുആർക്ക് കേട്ടോ. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ എനിക്കൊരു ഗേൾ ബേബി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. ചില പേര് യൂട്യൂബിൽ എനിക്ക് മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ വീടിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഫാമിലി കംപ്ലീറ്റ് ആയേക്കുവാണ്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമായിട്ട് എൻ്റെ ഫാമിലി കംപ്ലീറ്റ് ആയി. അപ്പോൾ ആ ഒരു ആഗ്രഹം അള്ളാഹ് നിറവേറ്റി തന്നു നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട്. അതുപോലെ തന്നെ ഇനിയുള്ള ഒരു ആഗ്രഹം, ഒരു വണ്ടിയും ഒരു വീടും ഇങ്ങനെയൊക്കെ ഉണ്ട്. ആർക്കും ആഗ്രഹങ്ങളില്ലാത്തല്ലേ. ഞാൻ എന്നും ചെറുങ്ങനെ ആഗ്രഹിക്കുകയില്ല കേട്ടോ. അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നും വലിയതേ ആഗ്രഹിക്കുള്ളൂ. ചിലപ്പോൾ നമുക്കൊന്നും അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ളതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ കേട്ടോ. ചിലപ്പോൾ ഞാനിങ്ങനെ നിയാസ്കാനോട് പറയുമ്പോൾ നിയാസ്ക പറയും, ചെറുതാഗ്രഹിക്കും, ചെറുങ്ങനെ കുറച്ചും കൂടി താഴോട്ട് പോകും. ഞാൻ പറയും ഇല്ല, നമ്മൾ മല പോലെ ആഗ്രഹിച്ചാൽ മാത്രമേ ചിലപ്പോൾ കുഞ്ഞി കുരുവോളമുള്ള ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ. അതുകൊണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു നല്ല സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ചില അമ്മമാർ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്ക് 2 3 ആൺകുട്ടികളാണ്, നമ്മളെ കാര്യം കഷ്ടത്തിലാണ്, നമ്മൾ കഴിയാതെ കിടക്കുമ്പോൾ പായത്തലക്ക് വന്നിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം തരാനില്ല. ഈ ആൺകുട്ടികൾ അവരെ പാട് നോക്കി പോവും. പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർ ഭാര്യൻ്റെ കൂടെ ആയിരിക്കും, നമ്മളെ കാര്യം കഷ്ടത്തിലാണെന്ന്. അങ്ങനെ ആരും പറയാതിരിക്കുക. നമ്മളെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ. നമ്മൾ ചെറുത് തൊട്ട് തന്നെ അവരെ ട്രെയിൻ ചെയ്യുക, എങ്ങനെ വളരേണ്ടത്, എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പെരുമാറേണ്ടത്, അതുപോലെ തന്നെ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ ട്രെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് വളരേണ്ടത്, നമ്മളെ ഉപ്പാനോടും ഉമ്മാനോടും നമ്മൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവരെങ്ങനെയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്, ഹെൽപ്പിംഗ് നേച്ചർ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഹെൽപ്പിംഗ് നേച്ചർ പഠിപ്പിച്ചു കൊടുത്താൽ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് അവരെ ഹെൽപ്പിംഗ് നേച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെയാണ് അവർ പുറത്ത് പോയിട്ടുള്ള ആൾക്കാരോട്, പുറത്ത് ഇങ്ങനെ നമ്മൾ സോഷ്യലായിട്ട് പെരുമാറുമ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാരോട് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് അത് വേറെ രീതിയിൽ അവർക്ക് വന്നോളും കേട്ടോ. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ പഠിപ്പിച്ചു കൊടുത്താൽ ആദ്യമായിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ ഉമ്മമാരെ നമ്മളെ ഉപ്പമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അവരെ പഠിപ്പിച്ചു കൊടുക്കട്ടെ. അതായത് ഞാനിപ്പോൾ നിഹാലിന് ചെയ്യുന്നില്ല അതേ സംഭവം തന്നെ ഞാൻ പറയുന്നത്. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കഴിയാതെ ആയ ദിവസത്തിൽ നമുക്ക് ഒരു പക്ഷേ വീട്ടിൽ കറികളൊന്നും ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 ആൺകുട്ടികളോ 3 ആൺകുട്ടികളോ ഉള്ള ഉമ്മമാരായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഭയങ്കര റിസ്ക് ആയിരിക്കും. ഒരു ദിവസം പനിച്ച് കിടന്നാലെല്ലാം വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്താക്കുക, നമ്മളെ കുട്ടികളെ അതുപോലെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുക കേട്ടോ. അവരെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ അവരെ സ്വന്തമായിട്ടുള്ള പണിയെടുക്കാനും അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യണം, ഉപ്പാനെ ഹെൽപ്പ് ചെയ്യണം. ഉപ്പ എടുക്കുന്ന ജോലികളിലും അവരെ ഹെൽപ്പ് ചെയ്ത് പഠിപ്പിക്കുക കേട്ടോ. ഉപ്പാൻ്റെ കൂടെ അയക്കുക, ഉപ്പ എടുക്കുന്ന ജോലി അവരെ എന്താണെന്ന് അറിയിപ്പിക്കുക. ആ ഒരു ചെറിയ ഹെൽപ്പ് ഉപ്പാക്ക് ചെയ്ത് കൊടുക്കുന്നിട്ട് നമ്മൾ ഉമ്മമാരെ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കിച്ചണിലും പിന്നെ വേറെയുള്ള ജോലികളിലും അവരെ ബിസി ആക്കി വെക്കുക കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളെല്ലാം മൊബൈലിലല്ലേ, ആ ഒരു മൊബൈലിൽ നിന്ന് ഡൈവേർട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതായത് കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞിട്ട്, മുതിർന്ന കുട്ടികളാണെങ്കിലും ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ കിച്ചണിലേക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ, ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും, ഇങ്ങനെയാണ് ഈ കറി ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഈ വറവ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മൊബൈലിനോടുള്ള ആ ഒരു ഇത് വിട്ടിട്ട് നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഞാനിന്ന് നിനക്ക് നല്ലൊരു കറി ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാം, അല്ല വേറെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാമെന്ന്. ഇങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തുകയാണെങ്കിൽ നമുക്കൊരു ഹെൽപ്പാണ്. പിന്നെ ശരിക്കും നമ്മൾ ആൺകുട്ടികൾ മാത്രമുള്ള പാരൻസ് ആണെങ്കിൽ നമുക്കൊരു ഹെൽപ്പാണത്. പിന്നെ നമ്മളെ ഈ ചുറ്റുവട്ടത്തന്നെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അയ്യോ നമ്മളെ കുട്ടികൾ ഒന്നും ചെയ്യില്ല, അപ്പോൾ അവർ കുളിച്ചിട്ട് അവർ പാൻറ്റി ഇന്നർ വരെ അവിടെ തന്നെ ഇട്ടിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കുട്ടികൾ അത് തിന്നൂല ഇത് തിന്നൂല. 4 3 കുട്ടികളുണ്ടെങ്കിൽ 3 ആൾക്ക് 4 ആൾക്ക് 4 തരം വേണം. ദോശയാക്കിയാൽ അവർ തിന്നൂല, പുട്ടാക്കിയാൽ അവർ തിന്നൂല. പിന്നെ അതുപോലെ തന്നെ കറിയാക്കിയാൽ 4 കറിയാക്കണം. ഇതാണ് നമ്മളെ അമ്മമാരെ ഏറ്റവും വലിയ തെറ്റ് കേട്ടോ. നമ്മളിത് ഭയങ്കര പൊങ്ങച്ചായിട്ട് പറഞ്ഞു നടക്കും. അത് ചെയ്യാതിരിക്കുക.
അപ്പോൾ കുട്ടികൾക്ക് അതൊരു എന്താ പറയുക, ഞാൻ എന്ത് വേണ്ടാന്ന് പറഞ്ഞാലും എൻ്റെ ഉമ്മ അതിനെ മാറ്റി തരും, എല്ലാം എടുത്ത് തരും, അല്ല ചെയ്തു തരും, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവർക്ക് അവരെ മണ്ടയിൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ എന്തായാലും ആരും കഴിക്കാത്ത ഭക്ഷണങ്ങളൊന്നും നമ്മൾ വീട്ടിലുണ്ടാക്കില്ല. ചോറായാലും കറികളായാലും സ്നാക്സ് ആയാലും. അപ്പോൾ നമ്മളത് കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മളെ കുട്ടികളെയും അത് തന്നെ കഴിച്ച് ശീലിപ്പിക്കുക കേട്ടോ. പിന്നെ അവർക്ക് ചില വസ്തുക്കൾ അലർജിയോ എന്തെങ്കിലും അസുഖമോ വരുത്തുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യിപ്പിക്കുക. ചില ആൾക്ക് ചില സംഭവങ്ങൾ അലർജി ആയിരിക്കും, അത് സ്കിപ്പ് ചെയ്യുക. അല്ലാതെ നമ്മൾ എന്താ കഴിക്കുന്നത് അത് തന്നെ അവരെ കൊണ്ട് കഴിപ്പിക്കുക. നമ്മൾ ഈ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ശരിക്കും എന്താ പറയുക, അന്നത്തെ ജീവിതത്തിന് വരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ കുട്ടികൾ പറയുന്ന 3 തരം 4 തരം ആക്കിയിട്ട് നമ്മൾ പൊങ്ങച്ചളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്. നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതി നല്ലതായിരിക്കണം. നമുക്ക് അതിൽ നിന്ന് ചില എല്ലാം ലാഭങ്ങൾ ഉണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കഴിയാതിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്മൾ വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിലും കൂടുതൽ നല്ലതാണ് നമ്മളെ മക്കൾ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കറികളോ അല്ല വേറെ എന്തെങ്കിലും വീട് അടിച്ചു വാരലോ തുടക്കലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ഉത്തമമായ സംഭവമാണ്. അത് നിങ്ങളെ മക്കളെ പഠിപ്പിച്ച് വരിക. അങ്ങനെ പഠിപ്പിച്ചാൽ എന്താണെന്ന് വെച്ചാൽ അവർ ഭാവിയിൽ കല്യാണം കഴിച്ചിട്ട് പോയാൽ, ആൺകുട്ടികളാട്ടോ കല്യാണം കഴിച്ച് അവർ സെപ്പറേറ്റ് ആകുകയാണ്. ഇപ്പോൾ ഒരു ജോലിക്കാരെല്ലാം ആണെങ്കിൽ ഭാര്യനെയും കൂട്ടി സെപ്പറേറ്റ് എവിടെയെങ്കിലും വീടെല്ലാം ആക്കി താമസിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് സുഖമില്ലായ്മ വന്നാൽ അവർക്ക് വിഷയം ഉണ്ടാവില്ല. കാരണം ഇവരെല്ലാം പഠിച്ചത് കൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പുകൾ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റും. കിച്ചണിലാണെങ്കിലും വേറെ ഓൾറൗണ്ട് ജോലിയിലാണെങ്കിൽ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുക. കാരണം ഒരു പെണ്ണ് അവർ ജീവിതത്തിൽ വന്നാൽ എന്നും ഉമ്മാനെ പറയരുത്. അവർ 2 പേരും ഉള്ള ആ ഒരു ലൈഫിൽ 100 പ്രാവശ്യം ഉമ്മമാർ വരും കേട്ടോ. നിൻ്റെ ഉമ്മ പഠിപ്പിച്ച പഠിപ്പാണ്, അത് വരാതിരിക്കുക. ഉമ്മ നല്ല പഠിപ്പ് പഠിപ്പിച്ചിട്ട് പെണ്ണെന്താണ്, സ്ത്രീ എന്താണ്, അവൾക്ക് എപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, എപ്പോൾ കഴിയാതാകും, അവളെ ലൈഫിൽ എന്തെല്ലാം സ്ട്രഗിളുകളുണ്ട് എന്നെല്ലാം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മളെ നിയാലില്ലേ 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പേ തന്നെ ഓൻ്റെ ഇന്നേഴ്സ് എല്ലാം ഓൻ അലക്കുമായിരുന്നു. അതേപോലെ തന്നെ ഓൻ്റെ യൂണിഫോംസ് ഓൻ അലക്കും. കാരണം ഇപ്പോൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഞാൻ തീരെ ശ്രദ്ധയില്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല. അപ്പോൾ ഓൻ്റെ യൂണിഫോം ഓൻ തന്നെ അലക്കൽ കേട്ടോ. പിന്നെ ഞാൻ മെഷീനിലിടുന്ന സമയത്ത് എല്ലാം കൂടി എടുത്ത് മെഷീനിലിടും എന്നല്ലാതെ വൈകുന്നേരം വന്നാൽ ഓൻ തന്നെ പിന്നെ അങ്ങനെ കയ്യിൽ തന്നെ അലക്കൽ കേട്ടോ, മെഷീനിലിടൂല. ഓന് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെഷീനിലിടുന്നത്. എൻ്റെ യൂണിഫോം പാളായി പോകുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ തീരെ സമയമില്ല. അവനക്ക് 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് വന്ന് ഉള്ളിൽ കയറുന്നതിന് മുമ്പേ ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകണം. അത് കഴിഞ്ഞ് വന്ന് മഗ്‌രിബിന് പള്ളിയിലേക്ക് പോകണം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് 2 ഹോംവർക്ക് ഉണ്ടാവും. സ്കൂളിൻ്റെതും മദ്രസിൻ്റെതും ഒക്കെ ഉണ്ടാവും. ഹോംവർക്കും പഠിക്കാനും എല്ലാം അതെല്ലാം ചെയ്യും. അപ്പോൾ മൊത്തത്തിൽ ബിസിയാണ്. ആ ബിസിൻ്റെ ഇടയിൽ കൂടെ എന്നാലും ഓനക്ക് ദേഷ്യം പിടിച്ചാലും ഞാൻ ചില സംഭവങ്ങൾ ഓനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് കേട്ടോ. അതായത് നമ്മൾ കച്ചറയെല്ലാം കൂട്ടി വെച്ച് കച്ചറ ചാടാൻ പോകാൻ പറയാറുണ്ട്, രാവിലെ പാലിന് പോകാൻ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ട് വന്നാൽ അതൊന്ന് ഇളക്കാനോ വെള്ളം ഒഴിക്കാനോ അങ്ങനെയൊക്കെ പറഞ്ഞോനെ ഇതാക്കും കേട്ടോ. അപ്പോൾ അടുക്കളയായിട്ട് ഒരു ബന്ധം കൊടുക്കുന്നത് അത്രയും വലിയ ഞാനിവിടെ വളർന്നു വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ആണുങ്ങൾ ഒന്നും അടുക്കള കയറില്ലായിരുന്നു. അതുപോലെ ഭക്ഷണം കഴിച്ചു വെച്ച പ്ലേറ്റുകളോ ഗ്ലാസ്സുകളോ ഒന്നും എടുക്കൂലായിരുന്നു. അതുപോലെ തന്നെ അവരിപ്പോൾ ഉള്ളത്. അപ്പോൾ എനിക്കും 2 ആങ്ങളമാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫാമിലി നമ്മൾ വളർന്നു വന്നത് അങ്ങനെയാണ്. അവർ വീട് ജോലികളൊന്നും അറിയൂല്ല, ചെയ്യൂല്ല. എൻ്റെ ഏട്ടന്മാരൊന്നും ഒന്ന് മാച്ചിൽ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചത് വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കുട്ടികളെ വളർത്താതിരിക്കുക. അപ്പോൾ നമ്മളെ ഉമ്മ പറയുമായിരുന്നു, എൻ്റെ ഏട്ടനെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചത് കേട്ടോ. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ ഭാര്യ വന്ന് പിന്നെ എല്ലാത്തിനും ഭാര്യ സപ്പോർട്ടായിട്ടുണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ വളർത്താതിരിക്കുക മക്കളെ എല്ലാം അറിയിപ്പിച്ചിട്ട്, ഒരു സ്ത്രീൻ്റെ കഷ്ടദുഃഖങ്ങളൊക്കെ അറിയിപ്പിച്ചിട്ട് വളർത്തിയാട്ടാം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വളർത്തുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉമ്മയും മക്കളുമായിട്ടുള്ള നല്ല ബോണ്ടിങ് ഉണ്ടാകും. നല്ല ബോണ്ടിങ് എന്ന് വെച്ചാൽ അവരെന്തെങ്കിലും പിന്നെ അതുപോലെ തന്നെ മൊബൈലിൽ നിന്ന് കുറേ ഡൈവേർട്ട് ആകും അവരുടെ. ഇപ്പോൾ മൊബൈലും സിസ്റ്റമും അതിൻ്റെ മുമ്പിലെല്ലാം ഇരിക്കുകയാണെങ്കിൽ അവരുടെ മൈൻഡ് അതിൽ നിന്ന് ഡൈവേർട്ട് ആകും. അവരെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ എന്തെങ്കിലും മൊബൈലെല്ലാം ബിസി ഉള്ള സമയത്ത് പറയാം, ഞാൻ ഇന്ന് നല്ലൊരു കറി പഠിപ്പിച്ച് തരാം, അല്ല നല്ലൊരു സ്നാക്സ് പഠിപ്പിച്ച് തരാം, ഇതാ ഞാനൊരു നല്ല സ്നാക്സ് ആക്കി തരണമെങ്കിൽ എൻ്റെ കൂടെ ഇവിടെ നിന്നോ, എന്നിട്ട് ഞാനിത് മിക്സ് ആക്കും, അപ്പോൾ നീ അത് എടുക്കണം. ഞാൻ കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് എണ്ണയിലേക്ക് ഇടുവാണെങ്കിൽ നിയാനെയോ അഗിനെയോ വിളിക്കും കേട്ടോ. വിളിച്ചിട്ട് പറയും ഞാൻ എണ്ണയിലേക്ക് ഇടും, അതിനെ കോരിയിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഇടണം, ഒരു ടിഷ്യൂവിലും വെച്ചിട്ട് അതിലേക്ക് ഇടണമെന്ന് പറഞ്ഞു കൊടുക്കും. അവരതൊന്ന് കോരി എടുക്കും. അപ്പോൾ എണ്ണയോടുള്ള പ്രാക്ടീസും അവർക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കളെ പഠിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങളത് ഒരു മൈനസ് ആയിട്ടോ അയ്യോ ഭയങ്കര താഴ്മയായിട്ടോ നിങ്ങൾ
ചിന്തിക്കരുത്. ആൺകുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു, ആൺകുട്ടികൾ മാച്ചുകൾ പിടിക്കാൻ പാടില്ല, ആൺകുട്ടികൾ തുടക്കാൻ പാടില്ല, ആൺകുട്ടികൾ പാത്രം കഴുകാൻ പാടില്ല, ഇങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കട്ടോ. അതൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു താഴ്ന്ന സംഭവമൊന്നുമല്ല. മനസ്സിലായ? എത്രയോ വീടുകളിൽ അമ്മ ഇല്ലാത്ത മക്കൾ വളരുന്നുണ്ട്, അച്ഛന്മാരുടെ കൂടെ വളരുന്നുണ്ട്, അവരൊന്നും ജോലി ചെയ്യുന്നില്ല. പിന്നെ എത്രയോ സ്ഥലത്ത് വലിയ വലിയ ജോലിക്കാർ റൂമാക്കി നിൽക്കുന്നുണ്ട്, അപ്പോൾ അവരെ ജോലി ചെയ്യുന്നില്ലേ? അപ്പോൾ ഒന്നുമില്ലാത്ത നമ്മളെപ്പോലത്തെ ഈ മിഡിൽ ക്ലാസ് ആണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയത്തില്ല കേട്ടോ. ആൺകുട്ടികൾ ജോലി ചെയ്യാൻ പാടില്ല, അവർ ചോദിച്ച ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, 2 തരമോ 3 തരമോ ഒക്കെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെയൊന്നും കുട്ടികളെ വളർത്താതിരിക്കുക. അത് അവരെ ലൈഫിന് തന്നെ ബാധിക്കും കേട്ടോ. നമ്മളെ ഉമ്മമാർ ചെയ്യുന്ന തെറ്റാണ് അവരെ ലൈഫിൽ പിന്നീട് ബാധിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു 2 ദിവസം ഹോസ്പിറ്റലിലാവുകയാണ്. ആ ഒരു സമയത്ത് എൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനെല്ലാം ബുദ്ധിമുട്ടാവില്ലേ? അപ്പോൾ എനിക്ക് വിഷയമില്ല കേട്ടോ. എൻ്റെ 2 കുട്ടികളും ഇവനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് കറിയാക്കുന്നത്, എന്നാലും മാഗി പ്രിപ്പയർ ചെയ്യും, അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കോഫി വെക്കാൻ അറിയും. പിന്നെ എൻ്റെ മൂത്ത മോൻക്ക് ഓൾമോസ്റ്റ് എല്ലാ സംഭവവും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയും കേട്ടോ. ഒരു വീട് മൊത്തത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും. അത്രക്കും ഓന് പ്രിപ്പയർ ആയിട്ടുണ്ട്. മൊത്തത്തിലൊരു പെണ്ണുങ്ങൾ എന്തെല്ലാം ജോലി എടുക്കും അതെല്ലാം നീറ്റായിട്ട് എൻ്റെ മൂത്ത മോൻ എടുക്കട്ടെ. ഞാൻ പ്രസവിച്ച സമയത്തും ഒരുപാട് ഓനെ എല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക, ഞാനൊരു തട്ടലും മുട്ടലും ഒക്കെ ഇല്ലാതെ പോയതെന്ന് പറയാം. അല്ലെങ്കിൽ നിയാസ്ക വല്ലാത്ത കഷ്ടത്തിലായി പോയേനെ കേട്ടോ. അങ്ങനെ 2 കുട്ടികളും നല്ല ഹെൽപ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ നിയാസ്ക്കും വീടെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനല്ല ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം ഞാനിങ്ങനെ റെസ്റ്റിലാണല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ്റെ കറി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പൊടിൻ്റെ അളവെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഇത്ര സ്പൂണാണ് ഞാൻ ഇടലെന്ന്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തതിൻ്റെ ശേഷവും മോൻ പറയാണ്, ഇത്രയേ ഉള്ളൂ കറിയെല്ലാം ആക്കാൻ, ഇത്ര സംഭവമേ ഉള്ളൂ അല്ലേ, എത്ര വേഗം ആകൂ, ഞാൻ എപ്പോഴും ആക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഞാനിവിടെ റിവ്യൂ പറയാം കേട്ടോ. എങ്ങനെയുണ്ട് മാ? സൂപ്പർ. വെറുതെ പറയല്ലോ കേട്ടോ. ഓന് ഫസ്റ്റ് ടൈം ഇങ്ങനെ കറിയാക്കും. മൂത്ത ആള് ചെറുങ്ങനെ എന്തെല്ലോ മുട്ടക്കറി അങ്ങനത്തെ തക്കാളി കറിയെല്ലാം ആക്കും, ഓന് പഠിച്ചിട്ടുണ്ട്. ഇവൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആക്കിയ മീൻ കറി കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എരിവും ഉപ്പും പുളി എല്ലാം, മുളക് പൊടിയെല്ലാം ഞാൻ കാണിച്ചു കൊടുത്ത്, എന്നാലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കറി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ. നാളെ വീണ്ടും ഒരു നല്ല സൂപ്പർ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. അതുവരത്തേക്കും ഞാനിത് വേവിച്ച് തീർക്കട്ടെ കേട്ടോ. നല്ല വിശപ്പുണ്ട്. റൂഹി കുളിച്ചിട്ട് ഉറങ്ങി. ഇപ്പോൾ നിഹാൽ കറിയാക്കുന്ന ഗ്യാപ്പിൽ ഞാൻ റൂഹിനെ ഓയിൽ മസാജ് ചെയ്ത് കുളിപ്പിച്ചു കേട്ടോ. അപ്പോൾ ബൈ പറഞ്ഞേക്ക് ഞാൻ. ബൈ.